Hello everyone, welcome back to another session on phonetics. Today we are going to discuss word stress. Stress ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിലബിൾസ് ഡിസ്കസ് ചെയ്തു. വാട്ട് ആർ സിലബിൾസ്, മോണോസിലാബിക്, ഡൈസിലാബിക്, പോളിസിലാബിക് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ആൻഡ് നൗ let's discuss what word stress is. Okay, stress or accent. Stress is also called accent. So a stress or accent is the degree of prominence with which a syllable is pronounced. Actually stress അല്ലെങ്കിൽ accent എന്ന് പറയുന്നത് it is the degree of prominence. Prominence means degree of force ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചില സമയത്ത് ഒരേ രീതിയിലായിരിക്കില്ല എല്ലാ സിലബിൾസും പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കുറച്ചുകൂടി ഹൈ പിച്ചിൽ ചില സിലബിൾ എന്ന ഹൈ ഫോഴ്സിൽ പ്രൊനൗൺസ് ചെയ്യും. ഇറ്റ് ഈസ് കോൾഡ് സ്ട്രെസ്. ഓക്കെ, വിത്ത് വിച്ച് എ സിലബിൾ ഈസ് പ്രൊനൗൺസ്ഡ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് സിലബിൾ. ഓക്കെ, അപ്പോൾ വേർഡിൽ നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തു, വേർഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു സിലബിൾസ് എന്നുള്ളത്. ഓക്കെ, അത് മോണോസിലാബിക് ആവും, ഡൈസിലാബിക് ആവും. ഓക്കെ, അപ്പോൾ മോണോസിലാബിക് ആണെങ്കിൽ ആ ഒരു സിംഗിൾ സിലബിൾ ഉള്ളത് കൊണ്ട് അതിലെ ഫസ്റ്റിലാണ് ഇതിൻ്റെ സ്ട്രെസ് വരുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ മാൻ എന്ന് പറയുന്ന സമയത്ത് ദ ഫോണീം ഈസ് സ്ട്രെസ്ഡ്. ഓക്കെ, സോ certain other example, for example long എന്ന് പറയുന്ന സമയത്ത് is a syllable, long another syllable, long അവിടെ ല് എന്നുള്ള ഫൊണീമാണ്. സോ അത് സെക്കൻഡ് സിലബിളാണ് എന്ത് ചെയ്യുന്നത്, സ്ട്രെസ് വരുന്നത്. ഓക്കെ, സോ this is how stress is placed. A stress or accent is the degree of prominence with which a syllable is pronounced. ഒരു സിലബിൾ ഒരു പ്രോമിനൻ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നതാണ് സ്ട്രെസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഓൾ ഫൊണീംസ് ഇൻ ആൻ ഇംഗ്ലീഷ് വേർഡ് ആർ നോട്ട് സ്പോക്കൺ വിത്ത് ദ സെയിം ഡിഗ്രി ഓഫ് ഫോഴ്സ്. അതാണ് പറയുന്നത്, എല്ലാ ഫൊണീംസും ഒരേ ഫോഴ്സിലല്ല പ്രൊനൗൺസ് ചെയ്യുന്നത്. സർട്ടൺ ഫൊണീംസ് ആർ പ്രൊനൗൺസ്ഡ് വിത്ത് ഗ്രേറ്റർ ഫോഴ്സ്. ഓക്കെ, അതിനാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി എക്സാമ്പിൾസ്. സ്ട്രെസ് ഓർ ആക്സെൻറ്റ് ഹിയർ വൈഡ്, ദ വേർഡ് വൈഡ്, ഇവിടെ വൈഡ് എന്ന് പറയുന്നത്, okay, we know that it is a monosyllabic word, wide. Okay, so naturally the stress falls here. ഇവിടെ ഈ മാർക്കാണ് സ്ട്രെസ്സിനെ കാണിക്കുന്നത്. ഓക്കെ, സോ wide. then another word is take. ഓക്കെ, അവിടെ ട് അതിലാണ് സ്ട്രെസ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു വേർട്ടിക്കൽ ബാറാണ് സ്ട്രെസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ടേക്ക്. then another word is above. എന്ന് പറയുന്ന സമയത്ത് it is is the syllable above another syllable. So here stress falls on the second syllable. That means in the phoneme b എന്നുള്ള അവിടെയാണ് വരുന്നത്, above. Okay, then next word relate. Okay, this is also a disyllabic word. So first syllable is re, second syllable late. Okay, അവിടെ late എന്നുള്ള lay എന്ന സൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, സ്ട്രെസ് വരുന്നത്. സോ relate. Okay, this is how it is pronounced, relate, above. Okay, first two words are pronounced in the first syllable. That means it is only one syllable, അതായത് white, take. Okay, monosyllabic ആയതുകൊണ്ട് ഇനീഷ്യലി ആണ് എന്ത് സ്ട്രെസ് വരുന്നത്. പിന്നെ above, relate വരുന്ന സമയത്ത് സെക്കൻഡ് സിലബിളാണ് വരുന്നത്. ഓക്കെ, അത് തേർഡ് സിലബിൾ, ഫോർത്ത് സിലബിളൊക്കെ ആയിട്ട് പോവും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ സ്ട്രെസ് ഈസ് പ്ലേസ്ഡ്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സർട്ടൺ റൂൾസ്, സർട്ടൺ ടിപ്സ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ നൗ ലെറ്റ്സ് ഡിസ്കസ് ദി ബേസിക് ആസ്പെക്ട്സ് ഓഫ് സ്ട്രെസ് എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്ട്രെസ് ഈസ് ദ ഡിഗ്രി ഓഫ് പ്രോമിനൻസ് വിത്ത് വിച്ച് എ സിലബിൾ ഈസ് പ്രൊനൗൺസ്ഡ്. ഓക്കെ, ആ ഡിഗ്രി ഓഫ് ഫോഴ്സിനാണ് സ്ട്രെസ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഓരോ സിലബിളിലാണ് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ഓക്കെ, മോണോസിലാബിക് വേർഡ് ആണെങ്കിൽ ആ ബേസിലായിട്ടായിരിക്കും എന്ത് ചെയ്യുക, സ്ട്രെസ് വരുന്നത്. ഓക്കെ, മോണോസിലാബിക് വേർഡിൻ്റെ ഇനീഷ്യലിയാണ് സ്ട്രെസ് വരുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ഓക്കെ, and another important fact is that stressing plays a significant role in deciding the grammatical category and semantic content of many words in English. That means stressingനെ ബേസ് ചെയ്തുകൊണ്ട് ഗ്രാമാറ്റിക്കൽ കാറ്റഗറി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സിമാൻറ്റിക് കോണ്ടൻറ്റിനൊക്കെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. സിമാൻറ്റിക് മീൻസ് റിലേറ്റഡ് ടു മീനിങ്, അതിൻ്റെ മീനിങ്ങിലൊക്കെ ഇതിൽ സ്ട്രെസ്സിനനുസരിച്ച് ചേഞ്ചസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഹിയർ ദ വേർഡ് പ്രൊഡ്യൂസ്. ഓക്കെ, പ്രൊഡ്യൂസ് എന്നാണ്. ആൻഡ് ഇൻ ദ ഫസ്റ്റ് വേർഡ്, അതായത് പ്രൊഡ്യൂസ് യൂസ്ഡ് ആസ് എ നൗൺ ഹിയർ. ഓക്കെ, അത് പ്രൊനൗൺസ് ചെയ്യുന്നത് പ്രൊഡ്യൂസ്.
produce. Stress falls on the first syllable. ഇവിടെ first syllable ആണ് stress follow ചെയ്യുന്നത്. Okay, and when it is a verb here, okay, it is pronounced as produce. Produce. Stress falls on the second syllable. Okay, അപ്പോൾ ഇവിടെ grammatical category മനസ്സിലായി. അതായത് produce എന്ന് പറയുന്ന സമയത്ത് here it is a noun and here it is a verb. So we can understand that in this disyllabic word, when the stress falls on the first syllable, it is a noun, അല്ലെങ്കിൽ നൗണോ അഡ്ജക്റ്റീവോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഇഫ് ദ സ്ട്രെസ് ഫാൾസ് ഓൺ ദി സെക്കൻഡ് സിലബിൾ, ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് എ വെർബ്. സോ വി ക്യാൻ ഐഡൻറ്റിഫൈ ദി ഗ്രമാറ്റിക്കൽ കാറ്റഗറി. ഓക്കെ, അതിന് മീനിങ്ങും അതിനനുസരിച്ച് വ്യത്യാസം വരും. നൗൺ ആയതുകൊണ്ട് എന്താണ് പ്രൊഡ്യൂസ് എന്നുള്ള നൗൺ വരുന്ന സമയത്ത് സംതിങ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഓർ എനി കൈൻഡ് ഓഫ് തിങ്സ് ദാറ്റ് ഈസ് ഗ്രോൺ ബൈ ഫോമിങ്, ഇറ്റ് ഈസ് കോൾഡ് പ്രൊഡ്യൂസ്. ഓക്കെ, ദെൻ പ്രൊഡ്യൂസ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് എ വേർബ്. വേർബ് ഇൻ ദ ആക്ട് ഓഫ് പ്രൊഡ്യൂസിങ്, എന്താണ് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള മീനിങ്ങിലാണ് വരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡിഫറൻസ്, ഗ്രമാറ്റിക്കൽ category and semantical content. അപ്പോൾ based on this stress we can understand the grammatical category and semantic content. Okay, there are another examples. For example, സബ്ജക്റ്റ് എന്നുള്ള വേർഡ്, സബ്ജക്റ്റ് എന്നാകുമ്പോൾ ഇറ്റ് ഈസ് നൗൺ, ദെൻ സബ്ജക്റ്റ് എന്നാകുമ്പോൾ ഇറ്റ് ഈസ് വേർബ്. ഓക്കെ, സബ്ജക്റ്റഡ് എന്ന് പറയുന്ന സമയത്ത്, അതായത് ഹി വാസ് സബ്ജക്റ്റഡ് ടു ടോർച്ചർ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, അത് വേർബാണ്. വാട്ട് വാസ് ദി സബ്ജക്റ്റ് ഓഫ് ദി ഡിസ്കഷൻ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് എ നൗൺ. ഓക്കെ, സോ this is how we understand the grammatical category based on stress placement. Another important fact is that the primary stress is often marked with a vertical bar superscript before the syllable. Okay, അതായത് സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത് ഒരു വേർട്ടിക്കൽ ബാറാണ് മാർക്ക് ചെയ്യുന്നത്, ആൻഡ് ദാറ്റ് ഈസ് സൂപ്പർസ്ക്രിപ്റ്റ് ബിഫോർ ദി സിലബിൾ. ഏത് സിലബിളിലാണ്, അതിൻ്റെ ബിഗിനിങ്ങിലാണ്, മുകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് മാർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഓരോ സിലബിളിൻ്റെയും മുകളിലായിട്ടാണ്. ഓക്കെ, ദിസ് ഈസ് ദ എക്സാമ്പിൾസ്. അത് എക്സാമ്പിൾസ് കുറേ ഡിസ്കസ് ചെയ്തു. അനദർ എക്സാമ്പിൾ, കൾട്ടിവേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് സ്ട്രെസ്ഡ് ഇൻ ദി തേർഡ് സിലബിൾ. വെയ് എന്ന് പറയുന്ന അവിടെയാണ് സ്ട്രെസ് വരുന്നത്. ഓക്കെ, കൾട്ടിവേഷൻ. ദെൻ എക്സാമിനേഷൻ എന്ന് പറയുന്ന സമയത്ത് ഫോർത്ത് സിലബിളാണ് വരുന്നത്. നെയ് ഈസ് സ്ട്രെസ്. എക്സാമിനേഷൻ, കൾട്ടിവേഷൻ. ഓക്കെ, ഇവിടെ തേർഡ് സിലബിൾ ആണ് സ്ട്രെസ് ചെയ്യുന്നത്, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് സ്ട്രെസ്ഡ് ഇൻ ഫോർത്ത് സിലബിൾ. നമ്മൾ നേരത്തെ നോക്കിയ എക്സാമ്പിൾ, അതായത് റിലേറ്റ് എന്ന് പറയുന്ന സമയത്ത് സെക്കൻഡ് സിലബിൾ ആണ്, ആൻഡ് ദ ഫസ്റ്റ് വേർഡ് ദാറ്റ് ഈസ് വൈഡ് എന്ന് പറഞ്ഞ സമയത്ത് ഇറ്റ് ഈസ് സ്ട്രെസ്ഡ് ഇൻ ദി ഫസ്റ്റ് സിലബിൾ ഇറ്റ് സെൽഫ്. ഓക്കെ, സോ we can understand that accent in English is free. അതായത് ഇംഗ്ലീഷിൽ ആക്സെൻ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫ്രീ ആണ്, ബിക്കോസ് ഇൻ ഇംഗ്ലീഷ് സ്ട്രെസ് ഓർ ആക്സെൻ്റ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് എനി വൺ സിലബിൾ. അതായത് ഒരു സിലബിളുമായിട്ട് അസോസിയേറ്റ് ചെയ്തതല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ വാരി. ഓക്കെ, അതായത് ഓരോ സിലബിളിലും അത് മാറി മാറി വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു വൈറ്റ് ഫസ്റ്റ് സിലബിളാണ്, റിലേറ്റ് എന്ന് പറയുന്ന സമയത്ത് സെക്കൻഡ് സിലബിളാണ്, കൾട്ടിവേഷൻ തേർഡ് സിലബിളാണ്, എക്സാമിനേഷൻ ഫോർത്ത് സിലബിളാണ് വരുന്നത്. ഓക്കെ, സോ ദിസ് ക്യാൻ വാരി എന്നാണ് പറയുന്നത്. സോ ദിസ് ഈസ് സ്ട്രെസ്. ഓക്കെ, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എങ്ങനെയാണ് സ്ട്രെസ് പ്ലേസ്മെൻറ്റ് എന്നുള്ള കുറച്ച് ടിപ്സ് കാര്യങ്ങൾ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ് വാട്ട് സ്ട്രെസ് ഈസ്. Okay, so this is all about today, and thank you very much for watching.